ഇടതു നിരീക്ഷകൻ റെജി ലൂക്കോസ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. റെജി ലൂക്കോസ്, ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം, അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കും, സസ്പെൻഷനിലായ സുജിത് ദാസിന് എതിരെയും അന്വേഷണം. നമുക്കറിയാം VD സതീശനൊക്കെ ഉൾപ്പെടെ വലിയ ആക്ഷേപം ഉന്നയിച്ചതാണ് സർക്കാർ നടപടിയെടുക്കാത്തതിൽ. കൃത്യം 1.5 ആഴ്ചയായപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സർക്കാർ ADGPക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു ശക്തമായ സന്ദേശം കൂടിയാണ്. അതായത് തെറ്റ് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെളിയിക്കപ്പെട്ടാൽ അവർക്ക് കടുത്ത ശിക്ഷ നൽകുമെന്നുള്ള ആ സർക്കാരിൻ്റെ ആ ഒരു ആർജവത്തോടു കൂടിയുള്ളൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? അത് 100% ശരിയാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാരിനെ സംബന്ധിച്ചോളം ഇവർ ഈ പ്രതിപക്ഷങ്ങളിലൂടെ കൊട്ടിഘോഷിക്കുന്ന, ചില മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന രീതിയിലുള്ള നിർവചനങ്ങളൊന്നും ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം ഈ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നടപടികളുടെ കഴിഞ്ഞ 8.25 വർഷത്തെ നടപടികളുടെ പിന്നാമ്പുറത്തേക്ക് അല്ല നിയന്ത്രണങ്ങളിലേക്ക് നമ്മൾ വിശകലനം ചെയ്ത് നമുക്ക് വളരെ ബോധ്യമാകും. അപ്പൊ അതുകൊണ്ട് MR അജിത് കുമാർ എന്ന് പറയുന്ന ക്രമസമാധാന നില ചുമതലയുള്ള ADGPക്കെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി DGPയുടെ റിപ്പോർട്ട് കിട്ടി കൃത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന്റെ അന്വേഷണത്തിലൂടെ അത് ശരിയെന്ന് ബോധ്യപ്പെട്ടതിനാൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടാതെ തന്നെ മുൻ SP സുജിത് ദാസിനെതിരെയും വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. 5 കാര്യങ്ങളാണ് ഈ വിജിലൻസ് അന്വേഷണത്തിലൂടെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള 5 കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിശക്തമായ നിലപാടാണ്. ഇതിനു മുമ്പുള്ള UDF സർക്കാരിന്റെ കാലത്ത് നമ്മുടെ TP സെൻകുമാറിനെ കുറിച്ചാണെങ്കിലും ഈ പറഞ്ഞ ജേക്കബ് തോമസിനെ കുറിച്ചൊക്കെ ആണെങ്കിലും എത്രയോ ആരോപണങ്ങൾ വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള നടപടിയിലേക്ക് അവരാരും കടന്നിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ മറന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. തന്നെയുമല്ല, കേന്ദ്ര കേഡറിലെ കേന്ദ്ര സർക്കാരിന് അണ്ടറിലുള്ള IPS ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷണങ്ങൾ നടത്തുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നതിനും അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. ഇല്ല എങ്കിൽ ഇവർ സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ അവരുടെ ട്രിബ്യൂണലിലോ പോയി അവർ രക്ഷപ്പെട്ടു വരും. ആ കാര്യത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. TP സെൻകുമാറിന്റെ അനുഭവം തന്നെ കേരള ജനതയ്ക്ക് മറക്കാൻ പറ്റത്തില്ല. ഈ സർക്കാർ അധികാരത്തിലേറി ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. ക്രമസമാധാന ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയ ആ തീരുമാനത്തിൽ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു. 9 മാസക്കാലത്തോളം DGP ആയിട്ട് അവിടെ തുടരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം ഇനി ആവർത്തിക്കാതിരിക്കാം പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അഭിനന്ദനം അർഹിക്കുന്നു. കേരളത്തിലെ LDF സർക്കാരിന്റെ ഒരു പൊൻതൂരോടുകൂടെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഈ സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ LDF സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി അച്ചാരം മേടിച്ച് നടത്തുന്ന കുറെ മാധ്യമങ്ങൾ, കുറെ രാഷ്ട്രീയ പ്രവർത്തകർ നടത്തുന്ന ജൽപ്പനങ്ങൾക്ക് കേരളത്തിന്റെ സമൂഹം വില കൽപ്പിക്കത്തില്ല എന്നുള്ളത് 100% കറക്റ്റാണ്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ ഉദ്യോഗസ്ഥനെതിരെ ആ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള വ്യാജ പ്രചരണത്തിനേറ്റ കനത്ത് തിരിച്ചടിയാണ്. ഇത് കേരളം തിരിച്ചറിയും. തന്റെ കീഴിലുള്ള ഏത് ഉദ്യോഗസ്ഥനും തെറ്റ് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടും. ഞാനത് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് ഈ അന്വേഷണം ഈ വിഷയം മാധ്യമങ്ങളിലൂടെ ആരോപണമായി പുറത്തുവിട്ട് PV അൻവർ MLA ആ പത്രസമ്മേളനം നടത്തിയതിന് പിറ്റേന്ന് രാവിലെ 9 മണിക്ക് തന്നെ കോട്ടയത്ത് പോലീസിന്റെ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകം ഈ കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ LDF സർക്കാരിന്റെ ഗവൺമെന്റിനെയും ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നവർ ഓർക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹം പറഞ്ഞ എന്താണ്, സാമൂഹ്യ ഇടങ്ങളിൽ നിന്നും ചില ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ തന്നെ അതിന് അന്വേഷണം ആരംഭിക്കും. ഉടൻ തന്നെ ആ ഉത്തരവ് പുറത്തിറങ്ങുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി ആർജവത്തോടുകൂടി പ്രഖ്യാപിച്ചതിന്റെ ശേഷം മാത്രമാണ് 2ാം തവണ ബഹുമാനപ്പെട്ട PV MLA പത്രസമ്മേളനം നടത്തുക. ഇതെല്ലാം കേരളത്തിന് മുമ്പിലുള്ള ആവശ്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആ സമ്മേളനത്തിൽ വെച്ച് ഇതിനെക്കുറിച്ച് കേട്ടതായിട്ട് പോലും നടിക്കാതെ കൊണ്ട് മുമ്പോട്ട് പോകുമായിരുന്നു. കാരണം മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രമുള്ള ഈ ആരോപണ അന്തരീക്ഷത്തിൽ വന്നിട്ട് അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അന്ന് വൈകിട്ട് 9:10 തന്നെ ആ അന്വേഷണം പ്രഖ്യാപിക്കുകയും DGPയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ DGP അന്വേഷിക്കുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ തുടങ്ങി. അദ്ദേഹത്തിന് ശുപാർശ കൊടുത്തു. അദ്ദേഹത്തിന്റെ പ്രാഥമിക ദൃഷ്ടിയാലുള്ള അന്വേഷണത്തിലൂടെ കുറ്റക്കാരനെന്ന് കണ്ട ഒരു IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേരിൽ കൃത്യം 7 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു. വിജിലൻസ് അന്വേഷണം അഭികാമ്യമായിരിക്കുമെന്ന് DGP റിപ്പോർട്ട് കൊടുത്തു. അതിനെ വിശകലനം ചെയ്ത് 100% ശരിയെന്ന് ബോധ്യപ്പെട്ടൊരു മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് വഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി അതിൽ ഉത്തരവിട്ടിരിക്കുന്നു പറഞ്ഞത് ഈ LDF സർക്കാരിനെ സംബന്ധിച്ചോളം സുവർണ രേഖകളിൽ രേഖപ്പെടുത്തും. ഒറ്റ കാര്യോടെ പറഞ്ഞിട്ട് നിർത്താം. അതായത് നമ്മളൊന്ന് മനസ്സിലാക്കണം, മുഖ്യമന്ത്രി പറഞ്ഞതും നമുക്ക് അറിയാവുന്ന ഒരു വസ്തുത പറയാം. ഈ സർക്കാർ 8 വർഷം കൊണ്ട് 122 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, 2 DYSPമാർ സഹിതമുള്ള 122 പോലീസ് ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. 202ഓളം ഉദ്യോഗസ്ഥന്മാർ സർവീസിൽ നിന്ന് പുറത്ത് പോകാനുള്ള അവസാനഘട്ട നടപടികളിലാണ്.
ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്ര ഉദ്യോഗസ്ഥന്മാർ തെറ്റായ രീതിയിൽ ഉള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും അഴിമതിയും ജനങ്ങൾക്ക് ഉപദ്രവിക്കുന്ന രീതിയിലുള്ള നടപടികളെടുത്ത ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ട ചരിത്രം കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഒരു UDF സർക്കാർ ഒരൊറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ പോലും പിരിച്ചുവിട്ടിട്ടില്ല. ഇവിടെ എന്തെല്ലാം ആക്രമണങ്ങൾ, മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ UDF ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പടി കയറാൻ പറ്റുമായിരുന്നോ? പോലീസ് സ്റ്റേഷനിൽ പടി കയറിയിട്ടുണ്ട് ഏതോ ഒരു ഭീകര താവളത്തിൽ ചെല്ലുന്ന അനുഭവം പോലെയാണ് ജനങ്ങൾ അതിനെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറ്റം കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് ജനകീയ പോലീസ് എന്ന് പറയുന്ന ഒരു ജനമൈത്രി പോലീസ് ഉണ്ടാക്കി. ഇന്നിപ്പോ ഏത് പോലീസ് സ്റ്റേഷൻ ഭയരഹിതമായിട്ട് പോലീസ് കയറി ചെല്ലാം. രണ്ടാമത്തെ വസ്തുത എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് അടിമുടി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള പോലീസ് കേരള പോലീസാണ്. ദേശീയ തലത്തിൽ 12% 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 6%. എന്നാൽ ഇന്ന് അത് 4% കുറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് ഈ ആഭ്യന്തര വകുപ്പിന്റെ LDF സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു വിജയം തന്നെയായിട്ടല്ലേ കാണേണ്ടത്. ഇത്രയ്ക്കും രീതിയിൽ ഈ പോലീസിന് അടിപിടി മാറ്റി ജനകീയ അടിത്തറയുള്ള ജനങ്ങളോട് മനുഷ്യന്റെ ഭാഷയിൽ ഇടപെടുകയും സംസാരിക്കുകയും ജനങ്ങളുടെ ഒരു സുരക്ഷാബോധം ഉയർത്തുകയും ചെയ്തൊരു പോലീസ് സംവിധാനം ഈ രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ട് നിൽക്കുമ്പോൾ ഈ സേനയെക്കുറിച്ച് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അത് മുഖ്യമന്ത്രിയുടെ തലോടലിൽ ഒരു ഉദ്യോഗസ്ഥൻ മുന്നോട്ട് പോകുന്നൊക്കെ പറയുന്നതിന്റെ തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒഴുക്കുത്തുകളായ ഒരാളെയും നിലനിർത്തില്ല എന്ന് കൃത്യമായ പ്രഖ്യാപനം നടത്തി. അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇപ്പോൾ അന്വേഷണം വരുന്നു. സർക്കാരിന് ഒരു പൊൻതൂവൽ എന്ന് തന്നെ താങ്കൾ വിശേഷിപ്പിച്ചതുപോലെ പറയേണ്ടി വരും.